പ്രിയമുള്ളവരെ നമസ്കാരം. മനുഷ്യത്വരഹിതമായിട്ടുള്ള മനസ്സിന്റെ ഉടമകൾ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരുവിധ മടിയും കാണിക്കില്ല. ഈ അടുത്ത ദിവസം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് 7ഓളം വാരിയലുകൾ തകർക്കപ്പെട്ട തന്റെ വളർത്തുപിതാവിന്റെ ക്രൂരമർദ്ദനം കൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടുകൂടിയിട്ടാണ് നമ്മുടെ നാട് കേൾക്കുന്നത്. നാട്ടുകാരാകെ വിലപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തുള്ള നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. അതിന് തൊട്ട് കുറച്ചുനാൾ മുമ്പ് നമുക്ക് വെഞ്ഞാറമൂട്ടിൽ സ്വന്തം അനുജന് ഇഷ്ടഭക്ഷണമായിട്ടുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ട് ആ അനുജന്റെ ജീവനും വേർപെട്ടു പോയി എന്ന് ഉറപ്പുവരുത്തി മരണമുറപ്പിച്ച അഫാനെ കുറിച്ച് നാം കേട്ടു. സ്വന്തം മാതാവിനെയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തുവാൻ പരിശ്രമിച്ച ആ കൊലയാളി തന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള നിരവധി പേരെയാണ് നിഷ്ഠൂരവും ക്രൂരവുമായിട്ട് കൊല ചെയ്തത്. അതുപോലെ തന്നെ ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഏറെ കൂടുതൽ കേസുകൾ പരിഗണിച്ചാൽ അതിൻ്റെ എല്ലാം ഒരറ്റം ചെന്നെത്തുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൊലയാളികളിൽ പ്രതികളാവുക എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്നത് വർഗീയതയാണ്, ഇതിലും വർഗീയത കാണാൻ ശ്രമിക്കുന്നു, നീ തികഞ്ഞ വർഗീയവാദിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള, മനുഷ്യത്വം മനസ്സിൽ നിന്ന് അകന്നുപോയ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ ആഹാര രീതി കൊണ്ടാണോ, ഇവരുടെ വിശ്വാസം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒക്കെ ആധാരമായിട്ട് രൂപപ്പെടുന്നതാണോ ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ, പൈശാചികമായിട്ടുള്ള കൃത്യം ചെയ്യുവാനുള്ള പ്രേരണ? ഇത്തരത്തിൽ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രവണത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടതായി കാണുന്നതല്ല. ഇത്തരത്തിലുള്ള പ്രവണത എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവത്തെ പോലും കൂട്ടിയോജിപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ തയ്യാറാകുന്നത്. പഹൽഗാമില് അവിടെ സന്ദർശനത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ട് പോയ ആളുകളെ മതം നോക്കിയിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞ് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ, കുഞ്ഞുങ്ങളുടെയും സ്ത്രീജനങ്ങളുടെയും മുന്നിൽ വെച്ച് ആണുങ്ങളെ കൊലപ്പെടുത്തിയ ഭീകരവാദിക്കും മനസ്സിലുള്ള വികാരം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മ തന്നെയായിരുന്നു. അതേ വികാരം തന്നെയാണ് പുൽവാമയില് ഇന്ത്യൻ സൈന്യത്തെ സ്ഫോടനത്തിലൂടെ വകവരുത്തിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദി ഭീകരവാദികൾ അവിടെയും കാണിച്ചത്. ഈ രാജ്യത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സ്ഫോടനം എടുത്ത് പരിശോധിച്ചാലും, അത് ലോകത്തിന്റെ ഏത് കോണിലുള്ളതായാലും, ഏതൊരു മനുഷ്യനെയും ഇല്ലാതാക്കുക